Welcome to your English video. I am your English teacher. Hope you are all safe. Today's topic from academic writing, writing for academic and professional success for BA BCom students second semester. Unit 4 Elements of Writing is a warm up. Do you feel any difference when you read different types of writing like stories, newspaper articles and essays? അതായത് കഥകൾ, ന്യൂസ് ലേഖനങ്ങൾ, എസ്സേകൾ മുതലായ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. വ്യത്യാസം നമുക്ക് തോന്നാറുണ്ട് അല്ലേ? കഥകൾ നമ്മളെ രസിപ്പിക്കുകയും ചെയ്യുന്നു, ന്യൂസ് ആർട്ടിക്കിളുകളൊക്കെ നമുക്ക് വിവരങ്ങൾ നൽകുന്നു, എസ്സേകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ തരം റൈറ്റിങ്സിനും അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ട്. വൈ ഡു റൈറ്റേഴ്സ് റൈറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റൈൽസ്? എപ്പോഴും സംശയം നമുക്ക് തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് എഴുത്തുകാർ വിവിധ തരത്തിൽ എഴുതുന്നത് എന്ന്. ദേ റൈറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ബിക്കോസ് ഡിഫറെൻറ്റ് തിങ്സ് നീഡ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. ഫോർ എക്സാമ്പിൾ, എപ്പിക്സ് നീഡ് എ ഗ്രാൻഡ് സ്റ്റൈൽ. ഇതിഹാസങ്ങൾക്ക് ഒരു ഗ്രാൻഡ് സ്റ്റൈൽ ആവശ്യമാണ്. സീരിയസ് തിങ് ഡിമാൻഡ് എ സീരിയസ് സ്റ്റൈൽ. Tragedy needs a tragic style and comedy needs a comic style. Characters need their own styles. അതായത് പലതരം കാര്യങ്ങൾ പലതരം സ്റ്റൈലുകൾ ആണ് ആവശ്യപ്പെടുന്നത്. ഇതിഹാസങ്ങൾ ഗ്രാൻഡ് സ്റ്റൈൽ ആവശ്യപ്പെടുമ്പോൾ ഗൗരവമേറിയ കാര്യങ്ങൾ ഗൗരവമായ സ്റ്റൈലും, ട്രാജഡികൾ ട്രാജിക് സ്റ്റൈലും, കോമഡികൾ കോമിക് സ്റ്റൈലും ആണ് ആവശ്യപ്പെടുന്നത്. കഥാപാത്രങ്ങൾക്ക് അവരുടേതായ സ്റ്റൈലുകൾ വേണം. ഡു യു റിമെമ്പർ റീഡിംഗ് ഓർ ലിസണിങ് ടു എ പെർസ്യൂസീവ് സ്പീച്ച്? അതായത് നിങ്ങൾ സ്വാധീനിക്കുന്ന തരത്തിലല്ല, നമ്മൾ എന്തെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രസംഗം വായിച്ചതായോ കേട്ടതായോ ഓർമ്മയുണ്ടോ എന്നുള്ളതാണ്. യെസ്, we can. The inaugural speech of John F. Kennedy impressed me a lot. He told the young people, ask not what the country can do for you, but ask what you can do for the country. ലിസണിങ് ടു എ പെർസ്യൂസീവ് സ്പീച്ച് എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായി പറയാവുന്ന ഒരു പ്രസംഗം ജോൺ എഫ് കെന്നഡിയുടേതാണ്. 35th US പ്രസിഡൻ്റാണ് അദ്ദേഹം. ജോൺ ഫിറ്റ്സ്ജെറാൾഡ് കെന്നഡി, JFK എന്നും പറയും. 35ാമത്തെ പ്രസിഡൻ്റാണ് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ. 1961 മുതൽ അദ്ദേഹത്തിൻ്റെ അസാസിനേഷൻ 1963 നടക്കുന്നത് വരെയും ഈ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇനാഗുറൽ സ്പീച്ചാണ് നമ്മൾ ഈ പറഞ്ഞ വരികൾ അടങ്ങിയിരിക്കുന്നത്. അതായത് ആസ്ക് നോട്ട് വാട്ട് ദ കൺട്രി ക്യാൻ ഡു ഫോർ യു, ബട്ട് ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ ദ കൺട്രി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചതായി ഓർക്കാൻ കഴിയുന്ന ഒരു വരിയുണ്ട്. ചെറുപ്പക്കാരോടാണ് അദ്ദേഹം അത് പറഞ്ഞത്. രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നല്ല, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കുക എന്നാണത്. ഇന്നത്തെ ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട 4th മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ഓഫ് റൈറ്റിങ്ങിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒരു ഭാഗം ആണ് നമ്മളിനി അടുത്ത വാമപ്പിൽ വാട്ട് ഈസ് റെട്ടറിക് എന്ന് പറയുന്നത്. എന്താണ് റെട്ടറിക് എന്നാൽ? റെട്ടറിക് മീൻസ് പെർസ്യൂസീവ് സ്പീച്ച് ഓർ റൈറ്റിംഗ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്ന സ്പീച്ചോ റൈറ്റിങ്ങോ. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഇറ്റ്സ് പോയിൻറ്റ് പെർസ്യൂസീവ്ലി. It also means the study of methods employed in speaking and writing effectively and persuasively. മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രസംഗമോ എഴുത്തോ ആണ് ഇത്. റിട്ടറിക് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അത് പ്രസംഗമായിരിക്കാം. വളരെ ശക്തമായി അത് ഒരു കാര്യം പറയുന്നു. എങ്ങനെ കാര്യങ്ങൾ ശക്തമായും സ്വാധീനിക്കുന്ന തരത്തിലും പറയാം എന്ന് കാണിക്കുന്ന പഠനമാണ് റെട്ടറിക് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ റെട്ടറിക് എന്ന് പറയുമ്പോൾ അതിന് 4 തരത്തിൽ നമുക്ക് റെട്ടറിക്കിനെ പറയാൻ പറ്റും. ഒന്ന്, ഷേപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയും. 2, നറേഷൻ എന്ന് പറയും. ഷേപ്പിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനയൽ എന്ന് പറയാം. രണ്ടാമത്തേത് നറേഷൻ എന്നാണ് പറയുക. അതിൻ്റെ മൂന്നാം പോർഷനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. 4, ഇലസ്ട്രേഷൻസ് ആണ്. 5, ആർഗ്യുമെൻറ്റേഷനാണ്. ഇതിൽ നമ്മൾ 5th ആണ് ഇന്നത്തെ ടോപ്പിക്കിൽ പഠിക്കുന്നത്, ആർഗ്യുമെൻറ്റേഷൻ. നമ്മൾ റെട്ടറിക്കിൽ ഷേപ്പിംഗ് സ്ട്രാറ്റജീസ്, നറേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഇലസ്ട്രേഷൻസ്, ആർഗ്യുമെൻറ്റേഷൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആർഗ്യുമെൻറ്റേഷൻ സ്റ്റൈലാണ്. ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എന്താണ് എന്ന് വളരെ പ്രധാനമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ 4th മൊഡ്യൂൾ അക്കാഡമിക് റൈറ്റിങ്ങിൽ. എന്താണ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേസ്? എല്ലാ കുട്ടികളും എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ആർഗ്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ടോപ്പിക്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്കതിനകത്തുനിന്ന് വരുന്ന ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ. എന്താണ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് പെർസ്വേസീവ് റൈറ്റിംഗ് എന്ന് പറയാം. അതായത് ഇതിനെ പെർസ്വേസീവ് റൈറ്റിംഗ് എന്നും പറയാറുണ്ട്. ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിങ്ങിനെ പെർസ്വേസീവ് റൈറ്റിംഗ് എന്നും പറയാറുണ്ട്. വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ഈസ് ടു പെർസ്വേഡ് ദ റീഡർ ടു തിങ്ക് ദ വേ ദ റൈറ്റർ തിങ്സ്. അതായത് വായനക്കാരനെ ആ എഴുത്തുകാരൻ്റേതായ ചിന്തയിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് പെർസ്വേസീവ് റൈറ്റിംഗ് എന്ന് നമ്മളിതിനെ വിളിക്കുന്നതിൻ്റെ കാരണം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം വായനക്കാരനെ നിങ്ങൾ ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ചിന്തിപ്പിക്കുക, റൈറ്റർ ചിന്തിക്കുന്നത് പോലെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കൊടുക്കണം എന്നുള്ളതാണ്. അത് വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എഴുത്തുകാരൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടണം. അതിനായി കൃത്യതയോടെ ആയിരിക്കണം, ലോജിക്കലായിട്ടായിരിക്കണം ഈ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എഴുതേണ്ടത്. ഇഫ് ദർ ഈസ് എ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 ലീഡേഴ്സ് ഓഫ് 2 ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് യു മേ സപ്പോർട്ട് വൺ. പലപ്പോഴും 2 രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരാളെ സപ്പോർട്ട് ചെയ്തേക്കാം. എന്തുകൊണ്ടാണ് പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത്? ശരിയായ കാരണം വിശദീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒരഭിപ്രായമായി മാത്രം നിലകൊള്ളുന്നു. ഒരഭിപ്രായത്തെ ശരിയായ കാരണങ്ങൾ കൊണ്ടോ ലോജിക്ക് കൊണ്ടോ പിന്താങ്ങുമ്പോഴാണ് അത് ഒരു ആർഗ്യുമെൻ്റായി മാറുന്നത്. ആർഗ്യുമെൻ്റ് എന്തിനെ പറ്റിയുമാകും. ആൻ ആർഗ്യുമെൻറ്റ് മേ ബി എബൌട്ട് എനിത്തിങ്, പൊളിറ്റിക്സ്, ബുക്സ്, സ്പോർട്സ് ഓർ മൂവീസ്. ഇറ്റ് മേ ബി ആൻ അക്കാഡമിക് ഓർ നോൺ അക്കാഡമിക് ഇഷ്യൂസ്. The purpose of an argument is to convince your listener or reader. പ്രത്യേകം ഓർക്കേണ്ട കാര്യം അതാണ്. ഒരു ആർഗ്യുമെൻ്റായി മാറുമ്പോൾ ആർഗ്യുമെൻ്റ് എന്തിനെ പറ്റിയുമാകാം. രാഷ്ട്രീയം, ബുക്കുകൾ, സ്പോർട്സ്, സിനിമ മുതലായവ. വിദ്യാഭ്യാസപരമോ അല്ലാത്തതോ ആകാം. അത് ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ശ്രോതാവിനെയോ വായനക്കാരനെയോ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. Some of the words that we often come across in an argumentative essay are, പ്രത്യേകം ഓർക്കുക, ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ: ആർഗ്യുമെൻറ്റ്സ്, അസേഷൻസ്, പ്രൊപ്പോസിഷൻസ്, പ്രിമൈസസ് ആൻഡ് കൺക്ലൂഷൻസ്. അതായത് ഇത്തരം എസ്സേകളിൽ നമ്മൾ സാധാരണ കാണുന്ന ചില വാക്കുകളാണ് ആർഗ്യുമെൻറ്റ്സ്, അസഷൻസ്, പ്രൊപ്പോസിഷൻസ്, പ്രിമീസസ്, കൺഫ്യൂഷൻസ് മുതലായ തർക്ക സാധ്യതയുള്ള ഏതൊരു പ്രസ്താവനയും നമുക്ക് ഇതിനകത്ത് എക്സാമ്പിളായിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ മേക്കിംഗ് ഇന്ത്യ എ സൂപ്പർ പവർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇന്ത്യക്ക് സൂപ്പർ പവർ ആകാനുള്ള ആദ്യത്തെ പടി. Intercaste and inter-religious love stories were rare in Malayalam movies before 2000.
ഇൻ്റർകാസ്റ്റ് റിലീജിയസ് പ്രേമകഥകൾ 2000-ന് മുമ്പ് മലയാള സിനിമകളിൽ വളരെ വിരളമായിരുന്നു. ഈ ടോപ്പിക്സൊക്കെ നമുക്ക് തർക്കങ്ങളുണ്ടാകാവുന്ന ടോപ്പിക്സാണ്. ഇതൊക്കെ നമ്മൾക്ക് ആർഗ്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് എടുക്കാവുന്ന ടോപ്പിക്സാണ്. എന്നാൽ പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ. സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു. HIV ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു അനദർ ത്രൂ ഡിറക്റ്റ് കോണ്ടാക്ട് ഓർ ബോഡിലി ഫ്ലൂയിഡ്സ്. ഇതൊക്കെ HIV പകരുന്നത് അതുള്ളയാളുടെ ബോഡിയിലെ ഫ്ലൂയിഡുകളിൽ നിന്ന് സമ്പർക്കത്തിൽ കൂടിയാണ് എന്ന് പറയുമ്പോൾ ഇതിൽ തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ തർക്കമുണ്ടാകുന്ന കാര്യങ്ങളാണ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. തർക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ മേക്കിംഗ് ഇന്ത്യ എ സൂപ്പർ പവർ എന്ന് നമ്മൾ പറയുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇന്ത്യക്ക് സൂപ്പർ പവർ ആകാനുള്ള ആദ്യത്തെ പടി ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ആണെന്ന് പറയുമ്പോൾ തർക്കങ്ങൾ വരാം. ഇൻ്റർകാസ്റ്റ് മാരേജിനെ കുറിച്ച് വരുമ്പോൾ തർക്കങ്ങൾ വരാം. എന്നാൽ പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു തർക്കമുണ്ടാകുന്നില്ല. അപ്പോൾ തർക്കമുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയ്ക്ക് നമ്മൾ സാധാരണ തിരഞ്ഞെടുക്കുന്നത്. ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ ഒരു സെറ്റ് തർക്ക പ്രസ്താവനകളുണ്ടായിരിക്കണം. ഈ പ്രസ്താവനകളെ നമുക്ക് രണ്ടായി തിരിക്കാം. പ്രെമിസസ് ആൻഡ് കൺക്ലൂഷൻസ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുക. ആർഗ്യുമെൻറ്റേറ്റീവ്സിൽ രണ്ട് കാര്യങ്ങളുണ്ട്, പ്രെമിസസ് ആൻഡ് കൺക്ലൂഷൻസ് എന്ന് പറയും. അതായത് ഒരു കൺക്ലൂഷനിലേക്ക് നമ്മളെ നയിക്കുന്നത് ദൃഢപ്രസ്താവനകളാണ്. ആ ദൃഢപ്രസ്താവനകളെയാണ് പ്രെമിസസ് എന്ന് പറയുന്നത്. ചില ദൃഢപ്രസ്താവനകളിൽ നിന്നാണ് നമ്മളെ കൺക്ലൂഷനിലേക്ക് നയിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ റൈറ്റർ മേക്സ് എ കൺക്ലൂഷൻ ദാറ്റ് R.K. നാരായൺ ഈസ് നോട്ട് എ പാൻ ഇന്ത്യൻ റൈറ്റർ ബട്ട് ഓൺലി എ റീജിയണൽ റൈറ്റർ എന്ന് നമ്മൾ സാധാരണ ഒരു കൺക്ലൂഷനിലെത്താറുണ്ട്. R.K. നാരായൺ ഇന്ത്യക്ക് മുഴുവനും വേണ്ടി എഴുതുന്ന ആളല്ല, പക്ഷേ ഒരു പ്രാദേശിക എഴുത്തുകാരനാണെന്ന് നിരൂപകന്മാർ പറയാറുണ്ട്. ഇതാണ് പ്രെമിസസ്. അതായത് നാരായണൻ്റെ എല്ലാ നോവലുകളും ഭാവനയിലുള്ള ഒരു സൗത്ത് ഇന്ത്യൻ പട്ടണമായ മാൽഗുഡിയിൽ വെച്ചാണ് നടക്കുന്നത്. മാൽഗുഡി ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക ഭാഷാപരമായ വൈവിധ്യങ്ങൾ പ്രതിഫലിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ വൈവിധ്യമായ സംസ്കാരങ്ങളെക്കുറിച്ചും അദ്ദേഹം അതിൽ പറയുന്നില്ല. പ്രത്യേകിച്ചും ഒരു പ്രദേശമായ മാൽഗുഡിയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന വരികയാണ് എങ്കിൽ ഇതിലൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രിമിസിന് ഒന്നിൽ കൂടുതൽ സപ്പോർട്ടിംഗ് പ്രസ്താവനകൾ വന്നേക്കാം. പ്രിമിസുകളിൽ നിന്നും ഉരുത്തിരിയുന്ന കൺക്ലൂഷനാണ് തിസീസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് എസ്സേയുടെ മെയിൻ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം, അതിൻ്റെ സവിശേഷതകളൊന്ന് നോക്കാം. ഒന്ന്, ഓതർ ടേക്സ് എ പൊസിഷൻ ഓർ സ്റ്റാൻഡ് പോയിൻറ്റ് ഇൻ ആൻ ആർഗ്യുമെൻറ്റ്. അതിൻ്റെ ഒന്നാമത്തെ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്, എഴുത്തുകാരൻ തർക്കത്തിൽ ഒരു നിലപാടെടുക്കുന്നു. The thesis in an argument is a claim that the author makes. എഴുത്തുകാരൻ എടുക്കുന്ന ആ നിലപാടാണ് thesis എന്ന് പറയുന്നത്. The author's claim is only one side, or another person may take the opposite side. എഴുത്തുകാരൻ്റെ അവകാശം ഒരു ഭാഗം മാത്രമാണ്, വേറൊരാൾ അതിൻ്റെ എതിർഭാഗം വാദിച്ചേക്കാം. And the aim of an argument is to make the reader accept the author's point of view. ആർഗ്യുമെൻറ്റിൻ്റെ ഉദ്ദേശം വായനക്കാരെ തൻ്റെ ബോധത്തിലേക്ക്, എഴുത്തുകാരൻ്റെ ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അടുത്ത പോയിന്റ്, ഓതർ ഹാസ് ടു എക്സ്പ്ലെയിൻ വൈ ഹീ തിങ്സ് ഹീ ഈസ് റൈറ്റ്. എഴുത്തുകാരൻ എന്തുകൊണ്ടാണ് തൻ്റെ നിലപാട് ശരിയാണെന്ന് വിശദീകരണം നൽകണം. റീസൺസ് ഓഫ് ദ ആർഗ്യുമെൻറ്റ് ഷുഡ് ഹാവ് എവിഡൻസ്. നിലപാടുകൾ ന്യായീകരിക്കാൻ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ വേണം. ദി ഓതർ ഹാസ് ടു തിങ്ക് ഓഫ് ദി പോസിബിൾ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഡിഫെൻഡ് ഹിസ് പൊസിഷൻ. തൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് വരാൻ സാധ്യതയുള്ള വാദമുഖങ്ങൾക്ക് മറുപടി കൊടുക്കണം. എ ക്ലെയിം ഈസ് നോട്ട് എ ഫൈനൽ വേർഡ് ആൻഡ് സോ നോ കാറ്റഗറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ്. ഒരു അവകാശവാദം അവസാന വാക്കല്ല. അതേഴ്സ് മേ റെഫ്യൂട്ട് your claim and they may have their reasons.
മറ്റുള്ളവർ നിലപാടുകൾക്കെതിരായി നിലകൊള്ളുകയും അവർക്ക് അവരുടേതായ കാരണങ്ങളും കാണും. ഇൻ സബ്ജക്റ്റ് ലൈക്ക് ഹ്യൂമാനിറ്റീസ്, one thing can be seen from different angles. A poem may have 5 different meanings to 5 different people. നമുക്കറിയാം ഹ്യൂമാനിറ്റീസ് പോലുള്ള വിഷയങ്ങളിൽ ഒരു കാര്യം തന്നെ പല വീക്ഷണകോണുകളിൽ നിന്നും നോക്കിക്കാണാവുന്നതാണ്. ഒരു കവിതയിൽ 5 പേർ 5 വിവിധ അർത്ഥത്തിൽ കണ്ടെന്നും വരും. ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ഈസ് ദ മോസ്റ്റ് ഡെമോക്രാറ്റിക് as it opens up more possibilities for further research. ഏറ്റവും ജനാധിപത്യപരമായ എഴുത്താണ് ആർഗ്യുമെൻറ്റേറ്റീവ് എഴുത്ത്. കാരണം അത് പുതിയ ഗവേഷണങ്ങൾക്ക് വഴിയൊരുക്കുന്നു.